ഈ ഒരു സമയം നെല്ലി പൂവിട്ട് കായ്ക്കുന്നൊരു സമയമാണ്. വീട്ടുമുറ്റത്ത് ഒരു നെല്ലി നട്ട് വളർത്തുക എന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട നെല്ലിയൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്നെല്ലാം വാങ്ങിക്കുവാനായിട്ട് കിട്ടും. പക്ഷേ പലർക്കും ഉള്ളൊരു പ്രശ്നം, ഈ നെല്ലി നന്നായിട്ട് വളർന്ന് അതിൽ പൂവിട്ട് തുടങ്ങും, പക്ഷേ ഈ പൂവൊന്നും കായായി മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നെല്ലിയിൽ നന്നായിട്ട് കായ പിടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂടും വരൾച്ചയും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ നെല്ലി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന സമയത്ത് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ നെല്ലി നടാനായിട്ട്. അതുപോലെ നമ്മൾ നെല്ലിക്ക് ഓവറായിട്ടുള്ള രീതിയിൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു സമയം നെല്ലി പൂവിട്ട് കായ്ക്കുന്നൊരു സമയമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം നമ്മൾ കൊടുക്കണം. എങ്കിലേ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ അതെല്ലാം നമുക്ക് കായാക്കി മാറ്റാനായിട്ട് കഴിയുള്ളൂ. നെല്ലിക്ക് നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കണം. 6 മാസത്തെ ഇടവേളകളിൽ നിർബന്ധമായിട്ട് നമ്മൾ വളപ്രയോഗം നടത്തണം. വളങ്ങൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ വളങ്ങൾ കൊടുക്കാം. അതിപ്പോൾ ചാണകപ്പൊടി ആണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞ വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ തൈ നടുമ്പോൾ വിത്ത് മുളപ്പിച്ച തൈകളേക്കാൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളാണ് നല്ലത്. അതാകുമ്പോൾ വളരെ പെട്ടെന്ന് കായ്ക്കും. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകൾ നടുന്ന സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം നടാനായിട്ട്. മണ്ണിലാണ് നടുന്നതെങ്കിൽ ഏകദേശം 1.5 അടിയോളം ആഴമുള്ള ഒരു കുഴിയെടുത്ത് അതിൽ വേപ്പിൻ പിണ്ണാക്കും കാലിവളവും കമ്പോസ്റ്റും അതേപോലെ 1/2 കിലോ അളവിൽ എല്ലുപൊടിയും കൂടി ചേർത്ത് കുഴി നിറച്ചതിന് ശേഷം നമുക്ക് തൈ നടാവുന്നതാണ്. ആദ്യഘട്ടങ്ങളിൽ ഏകദേശം 1/2 കിലോ അളവിൽ വരെ നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ 6 മാസത്തെ ഇടവേളകളിലും നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 6 മാസത്തിൽ ഒരിക്കൽ 1/2 കിലോ അളവിൽ എല്ലുപൊടി ആദ്യത്തെ 2 വർഷം നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. കാരണം നെല്ലിയെ സംബന്ധിച്ച് ഫോസ്ഫറസിൻ്റെ ആവശ്യം നല്ല രീതിയിലുണ്ട്. നമ്മൾ അടിവളം കൊടുക്കുമ്പോൾ എല്ലുപൊടിയും കൂടി ചേർത്തിട്ടാണ് അടിവളം കൊടുക്കുന്നത്. അതുകൂടാതെ 6 മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും എല്ലുപൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ പൂക്കുന്ന ഒരു സമയമാകുമ്പോൾ 1/4 കിലോ അളവിൽ വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം. പിന്നെ വളങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളങ്ങൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട്. കാലിവളങ്ങൾക്കും ജൈവവളങ്ങൾക്കും പുറമെ എല്ലാ വർഷവും NPK വളങ്ങളും നിർബന്ധമായിട്ടും കൊടുക്കണം. പിന്നെ 500 ഗ്രാം അളവിൽ ചാരം ചേർത്ത് കൊടുക്കുക. 2 ഘട്ടമായിട്ട് വേണം ചാരം കൊടുക്കാനായിട്ട്. ചാരം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചൂടെല്ലാം കളഞ്ഞ് അത് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണം കൊടുക്കാനായിട്ട്. ഡയറക്റ്റായിട്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ നെല്ലിക്ക് ഒരു ഡിസംബർ വരെയൊക്കെ നന കൊടുക്കാം. അതിനുശേഷം നനയും വളപ്രയോഗവും സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ നെല്ലിക്ക് ഒരു സ്ട്രെസ് കൊടുത്താൽ മാത്രമേ നെല്ലിയിൽ പുതിയ തളിർപ്പുകളും ഇലകളും ഒക്കെ വരുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ നെല്ലി പൂക്കുന്നതും. നെല്ലി പൂത്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് വളപ്രയോഗവും നടത്തണം, വെള്ളവും കൊടുക്കണം. അതായത് ഈ ഒരു സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തുകയും വെള്ളം കൊടുക്കുകയും ചെയ്യണം. നെല്ലിയിൽ പൊതുവെ രോഗങ്ങളും കീടങ്ങളും അങ്ങനെ കൂടുതലായിട്ട് കാണാറില്ല. പിന്നെയുള്ളൊരു പ്രശ്നം ഇടയ്ക്കുണ്ടാകുന്ന ഫംഗസ് ബാധയാണ്. മഴക്കാലത്താണ് അത് കൂടുതലായിട്ടും നെല്ലിയിൽ കാണാറുള്ളത്. ഫംഗസ് ബാധ വന്ന് ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മാസത്തിൽ 1-2 തവണ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിർബന്ധമായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് നെല്ലി വളർത്തിക്കൊണ്ട് വരാനായിട്ട് കഴിയും. നെല്ലിയെ സംബന്ധിച്ച് നമ്മൾ വളപ്രയോഗവും നനയുമാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട നെല്ലികളൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് കായ്പ്പിച്ചെടുക്കാം. പിന്നെ നനയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണിലൊക്കെ നട്ടിട്ടുള്ള നെല്ലിയൊക്കെ ആണെങ്കിൽ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ചെറിയ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. ഇനി ഡ്രമ്മിലും മറ്റു വലിയ പോട്ടുകളിലൊക്കെ നട്ടിട്ടുള്ള നെല്ലികളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ചുവടുണങ്ങുന്നതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാം. ഓവറായിട്ടുള്ള രീതിയിൽ നമ്മൾ നെല്ലിക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.